ഇഡിയുടെ അന്വേഷണത്തിലെ റിപ്പോർട്ടുകൾ, കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. 5000 കോടിയുടെ തട്ടിപ്പാണ് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയും കുടുംബവും നടത്തിയിരിക്കുന്നത് എന്നാണ്. അതായത് 1-ാം പ്രതി സോണിയയും 2-ാം പ്രതി രാഹുൽ ഗാന്ധിയും എന്നുള്ള കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ 5000 കോടി എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല, വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യം തന്നെയാണല്ലേ? തീർച്ചയായും തന്നെ. ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡി കുറ്റപത്രത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 5000 കോടിയുടെ തട്ടിപ്പ് 1-ാം പ്രതി സോണിയാഗാന്ധിയാണ്, 2-ാം പ്രതി രാഹുൽ ഗാന്ധി. ഇത് അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ഇറങ്ങുന്നതിൻ്റെ എന്താണ് ഉദ്ദേശം നമുക്കറിയാമല്ലോ. സ്വാഭാവികമായും ഈ ഡൽഹി കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് വലിയ കുരുക്കായി മാറിയിരിക്കുകയാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിവരങ്ങൾ ഈ പുറത്തു വന്നത്. അതായത് കേസിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയാണ് 1-ാം പ്രതി. മകനും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി 2-ാം പ്രതിയാണ്. 5000 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ഈ ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. ധന്യ സൂചിപ്പിച്ച പോലെ തന്നെ 5000 കോടിയുടെ തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായി കാണാൻ കഴിയുന്നൊരു തട്ടിപ്പല്ല അത് വ്യാജരേഖകളിലൂടെ AJLൻ്റെ ഭൂമി തട്ടിയെടുത്തു, യങ് ഇന്ത്യ കമ്പനി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനെ നിരവധി കുറ്റങ്ങളാണ് ഇഡി നിരത്തിയിട്ടുള്ളത്. എന്നാൽ കെട്ടിച്ചമച്ച കേസാണെന്നും പ്രതികാര ബുദ്ധിയോടെ മോദിയും സംഘവും കളിക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ രാജ്യവ്യാപക പ്രതിഷേധം ഇപ്പോൾ പല സ്ഥലങ്ങളിലും നടന്നു വരികയാണ്. 2014 സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ CBIയും ഇഡിയും അന്വേഷണം തുടങ്ങിയത്. നാഷണൽ ഹെറാൾഡ് പത്രം നടത്തിയിരുന്ന അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ വൻ അഴിമതി നടത്തി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ കേസ് വരുന്നത്. 2000 കോടിക്കടുത്ത് വില വരുന്ന നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്ത് 50 ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തുവെന്നായിരുന്നു ആരോപണം. ഗാന്ധി കുടുംബവുമായി അടുപ്പമുള്ള സാം പിത്രോദ, സുമൻ ഡേ എന്നിവരും പ്രതികളാണ്. 5000 കോടിയുടെ അഴിമതി നടന്നുവെന്നും യങ് ഇന്ത്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു എന്നാണ് തോന്നുന്നത്. അതെ. അതുമാത്രമല്ല, ജനപ്രതിനിധികൾക്കെതിരെയുള്ള അഴിമതി കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം കേൾക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. അതേസമയം ഇഡി ഓഫീസുകൾക്ക് മുന്നിലൊക്കെ കോൺഗ്രസ് പ്രതിഷേധം നടക്കുന്നുണ്ട്. അതായത് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതുമാണെന്നും, അതായത് ഇന്നത്തെ ദിവസം ഇഡി ഓഫീസുകൾക്ക് മുമ്പിലല്ല ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KC വേണുഗോപാൽ MP ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പ്രതിപക്ഷ ശബ്ദങ്ങളെ ഭീഷണിപ്പെടുത്താനും നിശബ്ദമാക്കാനുമുള്ള മോദിയുടെ തന്ത്രങ്ങൾ തന്നെയാണ് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പരാജയപ്പെട്ട മോദിയും സംഘവും ഇത്തരം ആരോപണങ്ങളിലൂടെ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. അതായത് ഇതൊക്കെ കൂടുതൽ പോരാടാനുള്ള ഊർജ്ജം നൽകുകയുള്ളൂ എന്നാണ് KC വേണുഗോപാൽ അടക്കം പറയുന്നത്. രാജ്യത്തിനായി ജീവിച്ച് രക്തം നൽകിയ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നത് BJP മറക്കരുതെന്നൊക്കെയാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 5000 കോടി രൂപയുടെ തട്ടിപ്പ്, 1-ാം പ്രതി സോണിയാഗാന്ധിയും 2-ാം പ്രതി രാഹുൽ ഗാന്ധിയും എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ പങ്ക് ഇതിനകത്ത് വരുന്ന, ഇനിയിപ്പോൾ ഈ റോബർട്ട് വാദ്രയൊക്കെ എന്തുമാത്രം അഴിമതികളിൽ പിടിയിൽ അമർന്നിരിക്കുകയാണ്. സ്വാഭാവികമായും ഇവർ ഈ ഒരു കൊള്ള തന്നെ നടത്തിയെന്ന് പറയേണ്ടി വരും കോൺഗ്രസ്. തീർച്ചയായിട്ടും. ഈ സോണിയാഗാന്ധി ഇപ്പോൾ KC വേണുഗോപാൽ പറയുന്നത് പോലെ 5000 കോടിയൊക്കെ കെട്ടിച്ചമച്ച കഥകളാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും കെട്ടിച്ചമച്ച കഥകളല്ല എന്നുള്ളത് കൃത്യം. ഇപ്പൊ റോബർട്ട് വാദ്രയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ഇഡി അന്വേഷണത്തിന് നോട്ടീസ് അയച്ചതിന് ശേഷം ഹാജരാകാൻ വേണ്ടി വിളിച്ചിരുന്നു. അതും 3 ഏക്കർ 7 കോടിക്ക് വാങ്ങിച്ചിട്ട് മാസങ്ങൾ കഴിയുന്നതിന് മുൻപേ 58 കോടിക്ക് വിറ്റു. അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ അവിടെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി വിളിപ്പിച്ചത്. അപ്പൊ കോൺഗ്രസ്സുകാരെ എന്തെങ്കിലും കാര്യത്തിന് ഇഡി വിളിപ്പിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ഉടനെ അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഒരുപാട് വർഷം ഇന്ത്യ ഭരിച്ച കുടുംബമാണ്, രാജ്യത്തിന് വേണ്ടി ജീവൻ വരെ ബലിയർപ്പിച്ച കുടുംബമാണ്, ആ കുടുംബത്തിനെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിപ്പോ BJPക്കെതിരെയാണെങ്കിൽ ഇത് BJP ചെയ്തതാണ് എന്നുള്ള ഇപ്പൊ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിനൊക്കെ പകരം വീട്ടും, ഇഡിയെ കൊണ്ട് നിങ്ങളെയൊക്കെ എപ്പോഴും നിരന്തരം ഞങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ ഈ ഇല്ലാ കഥകളല്ല പറഞ്ഞുണ്ടാക്കുന്നത്, കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി ഈ കേസുകൾ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചാനലിൽ ഒരു അവതാരക പറയുന്നത് കേട്ടതാണ്,
ED നമുക്കറിയാം, ED എന്ന് പറയുന്നത് BJP-യുടെ കയ്യിലെ ചട്ടുകമാണ്. അങ്ങനെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ED. അപ്പോൾ ഇത് ഭരിക്കുന്നത് UPA സർക്കാർ ആണ് എങ്കിൽ ഇവർക്ക് ഇതൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടാവുമോ? അല്ലെ ഇവർ ഇതൊക്കെ പറയുമോ? അപ്പൊ BJP സർക്കാർ ഭരിക്കുമ്പോൾ ED-യും ഇപ്പോ SFIO അല്ലെങ്കിൽ NIA ഒക്കെ BJP-യുടെ കയ്യിലെ ചട്ടുകങ്ങളാണ്. അവരതുകൊണ്ട് BJP പറയുന്നത് കൊണ്ടാണ് അവർ അതൊക്കെ ചെയ്യുന്നത്. എത്ര തെളിവുകൾ നിരത്തിയാൽ ഇവരൊക്കെ BJP കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് കൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ BJP കെട്ടിച്ചമച്ച കഥകളാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തും. നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് ഈ അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഇന്ത്യൻ ദിനപത്രമാണ് നാഷണൽ ഹെറാൾഡ്. 1938 സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റുവും സ്വാതന്ത്ര്യ സമരം നേടുന്നതിനായിട്ടുള്ള ഒരു ഉപകരണമായി സ്ഥാപിച്ചതാണ് ഈ നാഷണൽ ഹെറാൾഡ്. ഇന്ത്യയിലെ പത്രപ്രവർത്തന ചരിത്രം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നതിന്റെ ചരിത്രവുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണിത്. 42-ൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ഈ പത്രം നിരോധിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം 40-കളിലും 70-കളിലും ഈ പത്രം നിർത്തേണ്ടി വന്നിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണം 2008-ൽ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് തുടർന്ന് 2016-ൽ അസോസിയേറ്റ് ജേർണൽസ് ഡയറക്ടർ ബോർഡ് പത്രം പുനരാരംഭിച്ചു. ാണ് ഈ പത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. ഈ ED-യുടെ സംഭവത്തിൽ ധന്യ പറഞ്ഞതുപോലെ ED ചട്ടുകമാണ്, അല്ലെ BJP-യുടെ കയ്യിലെ ചട്ടുകമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കേസ്, പിണറായി വിജയന്റെ മകൾക്കെതിരായ കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ED വരുമ്പോൾ കോൺഗ്രസ് പറയുന്നത് എന്താണെന്നറിയാം? അത് പിടിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അറസ്റ്റ് വൈകുമ്പോഴോ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ വൈകുമ്പോഴോ കോൺഗ്രസ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാരയാണ്. അതുകൊണ്ടാണ് അതിലേക്ക് എത്താത്തതെന്ന് പറയും. ഓരോന്നിനും കോൺഗ്രസിന് ഓരോ ന്യായീകരണങ്ങളുണ്ട്. ഈ KC വേണുഗോപാലാണെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ ആണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കവാത്ത് മറക്കുന്നു എന്ന് പറയേണ്ടി വരും. അതാണ് ഇതിനകത്ത് സംഭവം. അതായത് 2014-ൽ സുബ്രഹ്മണ്യ സ്വാമി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ CBI-യും ED-യും ആദ്യമായി അന്വേഷണം തുടങ്ങുന്നത്. അതായത് നാഷണൽ ഹെറാൾഡ് പത്രം നടത്തിയിരുന്ന അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡിനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ വൻ അഴിമതി നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസ്. അത് ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വീണ്ടും UPA സർക്കാർ തന്നെ അധികാരത്തിൽ വന്നെങ്കിൽ ഇതെല്ലാം മുങ്ങിപ്പോയാനെ. ഇത് കൃത്യമായ അഴിമതി ഇവർ നടത്തുന്നുണ്ടായിരുന്നു. കുറേ വർഷക്കാലം ഇന്ത്യ ഭരിച്ചു മുടിച്ചു. ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്താണ് ഇത്രയും കാലം വരെ അധികാരത്തിലെത്തിയതും ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമം. എന്ത് വികസനമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ? ഇപ്പോ രാവിലെ ഒരു ടോക്കിൽ ബിനു പറയുന്നുണ്ട്, നമ്മളിപ്പോ പിന്നെ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന തലത്തിലേക്ക് വരെ ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? പ്രതിരോധ മേഖലയിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലും ഇവിടുത്തെ സൈനികർക്കില്ല. കാരണം മുംബൈ ആക്രമണത്തിന്റെ ഒക്കെ പല ഉദ്യോഗസ്ഥരും ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിട്ട് പോലും ബുള്ളറ്റ് തുളച്ചു കയറിയാണ് മരണപ്പെട്ടത്. അപ്പോ അതാണ് ഇന്ത്യയുടെ സൈനികർക്കുണ്ടായിരുന്ന അവസ്ഥ പോലും. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി. ഏകദേശം 5 ലക്ഷത്തോളം സൈനികർക്ക് ബുള്ളറ്റ് പ്രൂഫ് നൽകി, ഏകദേശം 7 ലക്ഷത്തോളം പേർക്ക് നൽകി കഴിഞ്ഞു. അപ്പോ മൊത്തവും ആളുകൾക്കും നമ്മുടെ കാവൽക്കാരെ സൈനികരെ പോലും ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് മോദി സർക്കാർ എടുക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടാകും. പക്ഷെ വികസനമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. ഇന്ത്യ വികസനം നടത്തുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഒരു ടോക്കിൽ ബിനു പറഞ്ഞതുപോലെ യുദ്ധം നടക്കുന്ന 2 രാജ്യങ്ങളിലും പോകാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നു. 2 പേരിടത്തും ചെന്ന് സമാധാന ചർച്ചകൾക്ക് നടത്താൻ കഴിയുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയങ്ങളിൽ അല്ലെ, വലിയ വിജയമായി നമ്മൾ കണക്കാക്കണം. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഭരിക്കുമ്പോൾ നന്നായി ഭരിച്ചില്ല എങ്കിൽ അടി കിട്ടേണ്ട സമയത്ത് നല്ലതുപോലെ കിട്ടിയിരിക്കും.